ഒരു ദിവസം യുധിഷ്ഠിരൻ സഹോദരന്മാരെ വിളിച്ച് മരുത്തന്റെ ധനശേഖരത്തെ എങ്ങനെ കൊണ്ടുവരുമെന്ന് ആലോചന നടത്തി. നല്ല നാളും ദിവസവും തീരുമാനിച്ച് മഹേശനെ പൂജിച്ച് യുയുത്സുവിനെ ഹസ്തിനപുരത്ത് നിർത്തി ധൃതരാഷ്ട്രന്റെയും കുന്തിയുടെയും അനുവാദം വാങ്ങി സൈന്യവുമായി പാണ്ഡവർ പുറപ്പെട്ടു. വന്ദികളും മാഗധരും യാത്രയ്ക്ക് തയ്യാറായി നിൽക്കുന്ന അവരെ പുകഴ്ത്തിക്കൊണ്ട് പാടി. പുഴകളും പൊയ്കകളും കാടുകളും മലകളും കടന്ന് അവർ പർവ്വതത്തിൽ ചെന്നെത്തി. ധനം സംഭരിച്ചു വെച്ചിരുന്ന സ്ഥലത്ത് തന്നെ പാണ്ഡവന്മാർ കൂടാരമടിച്ച് രാത്രി താമസിച്ചു. പിറ്റേന്ന് കാലത്ത് ശിവനെയും ഭൂതഗണങ്ങളെയും പൂജിച്ച് തൃപ്തരാക്കിയ ശേഷം രാജാവ് വ്യാസനെ മുൻനിർത്തി നിധിയിരിക്കുന്ന സ്ഥലത്തെത്തി. ബ്രാഹ്മണരെ കൊണ്ട് സ്വസ്തി ചൊല്ലിച്ച ശേഷം ആ സ്ഥലം യുധിഷ്ഠിരൻ കുഴിപ്പിച്ചു. അപ്പോൾ അവിടെ എല്ലാവിധ യജ്ഞവസ്തുക്കളും കണ്ടെത്തി. നിധിയെല്ലാം പുറത്തെടുത്ത് കെട്ടുകളാക്കി കുതിര, ഒട്ടകം, ആന, തേര് എന്നിവയിൽ കയറ്റിക്കൊണ്ട് ഹസ്തിനപുരത്തേക്ക് യാത്ര തിരിച്ചു. ആ കാലത്ത് കൃഷ്ണൻ വൃഷ്ണി വീരന്മാരോടുകൂടി ഹസ്തിനപുരത്ത് എത്തി. യുധിഷ്ഠിരൻ കൃഷ്ണനോട് നേരത്തെ തന്നെ വന്നു ചേരണമെന്ന് അപേക്ഷിച്ചിരുന്നു. പ്രദ്യുമ്നൻ, യൂദാനൻ, ചാരുദേഷ്ണൻ, സാമ്പൻ, ഗതൻ, കാർദിഹ്യൻ, ബലരാമൻ, സുഭദ്ര തുടങ്ങിയവരെല്ലാം കൃഷ്ണനോടൊപ്പം ഉണ്ടായിരുന്നു. പാഞ്ചാലിയെയും ഉത്തരയെയും ഭർത്താക്കന്മാർ മരിച്ച ക്ഷത്രിയ സ്ത്രീകളെയും സമാധാനിപ്പിക്കാനും കൂടിയായിരുന്നു വൃഷ്ണികളുടെ വരവ്. വൃഷ്ണികളായ ബന്ധുക്കൾ വന്നതറിഞ്ഞ് ധൃതരാഷ്ട്രനും വിതുരനും അവരെ സ്വീകരിച്ചു. അങ്ങനെ വൃഷ്ണികൾ അവിടെ പാർക്കുന്ന സമയത്താണ് ഉത്തര പരീക്ഷിത്തിനെ പ്രസവിച്ചത്. അശ്വത്ഥാമാവിന്റെ ബ്രഹ്മാസ്ത്രമേറ്റ് നിർജീവനായിട്ടായിരുന്നു അവൻ പിറന്നത്. ഉത്തര ആൺകുഞ്ഞിനെ പ്രസവിച്ചു എന്നറിഞ്ഞപ്പോൾ കുരവയും സിംഹനാദവും ഉയർന്നെങ്കിലും എല്ലാം പെട്ടെന്ന് നിലച്ചു. അതറിയാൻ കൃഷ്ണൻ വെമ്പലോടെ അന്തപുരത്തിലേക്ക് ഓടി. കൂടെ സാത്വിയും ഓടിച്ചെന്നു. അവരുടെ മനസ്സാകെ തളർന്നിരുന്നു. കൃഷ്ണൻ അന്തപുരത്തിലെത്തുന്നതിന് മുമ്പ് തന്നെ കുന്തി കൃഷ്ണന്റെ അടുത്തേക്ക് പാഞ്ഞു വരികയായിരുന്നു. പിന്നാലെ പാഞ്ചാലിയും സുഭദ്രയും ശരം വിട്ട പോലെ എത്തി. ഉത്തര ചത്ത കുട്ടിയെയാണ് പ്രസവിച്ചതെന്ന് കൃഷ്ണനോട് പറഞ്ഞ് കുന്തി പൊട്ടിക്കരഞ്ഞു. കൃഷ്ണൻ അച്ചമ്പങ്ങളെ താങ്ങിപ്പിടിച്ച് സ്നേഹപൂർവം നല്ല വാക്കുകൾ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. സുഭദ്രയും ഉത്തരയും ദയനീയമായി കൃഷ്ണനോട് ചത്ത കുട്ടിയെ ജീവിപ്പിക്കുവാൻ അപേക്ഷിച്ചു. ഭർത്താവും മകനും മരിച്ച ഉത്തരയുടെ ഹൃദയഭേദകമായ രോദനം കൃഷ്ണന് സഹിക്കാനായില്ല. കരഞ്ഞു കരഞ്ഞ് ഉത്തര ബോധം കെട്ടു വീണു. അത് കണ്ട് ഹൃദയമലിഞ്ഞ ഭഗവാൻ മന്ത്രശക്തിയാൽ ബ്രഹ്മാസ്ത്രം ഉപസംഹരിച്ചു. ഉടനെ ആ ബ്രഹ്മാസ്ത്രം കത്തിജ്വലിച്ച് ബ്രഹ്മപാർശ്വത്തിലേക്ക് പാഞ്ഞുപോയി. അതോടൊപ്പം ഉത്തരയുടെ മരിച്ച കുട്ടി കൈകാലിട്ടടിച്ച് കളിക്കാൻ തുടങ്ങി. ഭാരത സ്ത്രീകളെയെല്ലാം അതിയായ സന്തോഷത്തോടെ അവരെല്ലാം കൃഷ്ണനെ വാഴ്ത്തി. സൂതമഹതന്മാർ കൃഷ്ണനെ പുകഴ്ത്തിക്കൊണ്ട് ഗാനങ്ങൾ ആലപിച്ചു. കൃഷ്ണൻ ഉത്തരയുടെ കുട്ടിക്ക് പരീക്ഷിത്ത് എന്ന് പേരിട്ടു. അവൻ വളർന്ന 1 മാസം പ്രായമായപ്പോൾ പാണ്ഡവന്മാർ അശ്വമേധത്തിനുള്ള സ്വർണവും രത്നങ്ങളുമായി ഹസ്തിനപുരത്തെത്തി. നഗരം മുഴുവൻ തോരണങ്ങളെ കൊണ്ടും പൂമാലകളെ കൊണ്ടും അലങ്കരിച്ചിരുന്നു. അവർ എത്തുന്ന വിവരമറിഞ്ഞ് വൃഷ്ണികൾ കൃഷ്ണനോടൊപ്പം ചെന്ന് അവരെ എതിരേറ്റു. രാജധാനിയിൽ വന്ന് പാണ്ഡവർ ഓരോരുത്തരായി പേര് പറഞ്ഞ് ധൃതരാഷ്ട്രന്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. പിന്നീട് ഗാന്ധാരിയെയും കുന്തിയെയും അവർ വണങ്ങി. യുയുത്സുവിനോടൊപ്പം വിതുരനെ ചെന്ന് കണ്ട് അവർ വന്ദിച്ചു. ഉത്തര പ്രസവിച്ച ചാവുള്ളയെ കൃഷ്ണൻ ജീവിപ്പിച്ചതറിഞ്ഞ പാണ്ഡവന്മാർ സന്തോഷത്തോടും നന്ദിയോടും കൂടി അദ്ദേഹത്തെ പൂജിച്ചു. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ വ്യാസമഹർഷി ഹസ്തിനപുരത്ത് എഴുന്നള്ളി. പാണ്ഡവന്മാരും കൃഷ്ണയുമായി ആലോചിച്ച് അദ്ദേഹം അശ്വമേധ യാഗത്തിനുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്തു. എല്ലാം തയ്യാറായി കഴിഞ്ഞപ്പോൾ യുധിഷ്ഠിരൻ ദീക്ഷയെടുത്തു. അർജുനനെ അശ്വമേധത്തിലെ അശ്വത്തിനെ പാലിക്കാനായി നിയോഗിച്ചു.
ചെല്ലുന്നിടത്തെ രാജാക്കന്മാരെ ഒക്കെ യാഗത്തിനായി ക്ഷണിക്കണമെന്ന് യുധിഷ്ഠിരൻ അർജുനനോട് ആവശ്യപ്പെട്ടു. അങ്ങനെ അശ്വത്തിനെ പിന്തുടർന്നുകൊണ്ട് പല രാജ്യങ്ങളും അർജുനൻ സന്ദർശിച്ചു. പല രാജാക്കന്മാരും അശ്വത്തെ പിടിച്ചുകെട്ടി യുദ്ധത്തിനായി വന്നു. എല്ലാവരെയും ജയിച്ചുകൊണ്ട് അവൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. കുരുക്ഷേത്ര യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ത്രിഗർത്തന്മാരുടെ പുത്രന്മാരുമായി ഗംഭീരമായ ഒരു യുദ്ധം അർജുനൻ ചെയ്യേണ്ടി വന്നു. യാഗാശ്വത്തെ ത്രിഗർത്തന്മാർ നഗരാതിർത്തിയിൽ വെച്ച് തന്നെ വളഞ്ഞു. അർജുനൻ അവരോട് സമാധാനപരമായി സംസാരിച്ച് കുതിരയെ വിടുവിക്കാൻ ശ്രമിച്ചെങ്കിലും ത്രിഗർത്തർ തയ്യാറായില്ലായിരുന്നു. ബന്ധുക്കൾ മരിച്ചവരായ രാജാക്കന്മാരെ കൊല്ലരുതെന്ന് ധർമ്മപുത്രൻ പുറപ്പെടുന്ന സമയത്ത് പ്രത്യേകം പറഞ്ഞിരുന്നതിനാൽ യുദ്ധം ഒഴിവാക്കാനായി അർജുനൻ കഴിയുന്നതും ശ്രമിച്ചു നോക്കി. പക്ഷേ ത്രിഗർത്തന്മാർ അവന്റെ വാക്കുകളെ അവഗണിച്ച് യുദ്ധം തുടങ്ങി. ത്രിഗർത്ത രാജാവായ സൂര്യവർമ്മന്റെ നേതൃത്വത്തിൽ അവർ അർജുനനെ വധിക്കാൻ കിണഞ്ഞു ശ്രമിച്ചു. മഹാരഥനായ ധൃതവർമ്മന്റെ യുദ്ധവൈദഗ്ധ്യത്തെ അർജുനൻ അഭിനന്ദിച്ചു. ബാലനായ ആ രാജകുമാരന്റെ കൈവേഗം കണ്ട് അദ്ദേഹം ആശ്ചര്യത്തോടെ നോക്കി നിന്നുപോയി. അർജുനൻ അവനെ യുദ്ധത്തിൽ വധിക്കാൻ തുനിഞ്ഞില്ല. പക്ഷേ പെട്ടെന്ന് ധൃതവർമ്മൻ വിട്ട ഒരു ശരമേറ്റ് അർജുനന്റെ കയ്യിൽ മുറിവേറ്റു. ഗാണ്ഡീവം നിലത്തു വീണു. അത് കണ്ട് ചിരിച്ചു നിൽക്കുന്ന രാജകുമാരന് നേരെ അർജുനൻ ശരവർഷം തുടങ്ങി. ത്രിഗർത്തപ്പടയിലെ വളരെയേറെ യോദ്ധാക്കൾ മരിച്ചു വീണു. ശേഷിച്ചവർ നാനാദിക്കിലേക്കും പാഞ്ഞുപോയി. അതോടെ അവർ അർജുനന് കീഴടങ്ങി. അവിടെ നിന്ന് പ്രാഗ് ജ്യോതിഷത്തിലേക്കാണ് അശ്വം പോയത്. അപ്പോൾ ഭഗദത്തപുത്രനായ വജ്രദത്തൻ അശ്വത്തെ ബലമായി പിടിച്ചുകൊണ്ടുപോയി തന്നോട് യുദ്ധത്തിനായി വന്നെടുക്കുന്ന അർജുനന് നേരെ അവൻ ആനപ്പുറത്ത് വന്ന് പോരാടി. ഉഗ്രമായ യുദ്ധത്തിനിടയ്ക്ക് അർജുനന്റെ ശരങ്ങളേറ്റ് വജ്രദത്തൻ ആനപ്പുറത്തു നിന്ന് താഴെ വീണു. എങ്കിലും വേഗം ചാടി എഴുന്നേറ്റ് വീണ്ടും ആനപ്പുറത്ത് കയറി രക്തത്തിൽ മുങ്ങിക്കൊണ്ട് അവൻ യുദ്ധം തുടർന്നു. ആ യുദ്ധം 3 ദിവസം നീണ്ടുനിന്നു. രണ്ടുപേരും വാശിയോടെ പൊരുതി. വജ്രദത്തൻ, എടോ അർജുന, നിൽക്കൂ, നിന്നെ ഞാൻ ജീവനോടെ വിട്ടയക്കില്ല. നിന്നെ കൊന്നിട്ട് എന്റെ അച്ഛന്റെ വധത്തിന് പകരം വീട്ടണം. വൃദ്ധനായതുകൊണ്ട് എന്റെ പിതാവിനെ നിഷ്പ്രയാസം കൊന്നു. അതിൽ നീ യോഗ്യനായിരിക്കുകയാണ്. എന്നോട് ഒന്ന് എതിർത്തു ജയിക്കൂ, കാണട്ടെ നിന്റെ വീര്യം. അപ്രകാരം ഗർജിച്ചുകൊണ്ട് അവൻ അർജുനനോട് പാഞ്ഞേറ്റു. ഗാണ്ഡീവത്തിൽ നിന്നും വിട്ട അമ്പുകളെല്ലാം അവൻ അനായാസമായി തടുത്തു നിന്നു. പക്ഷേ ശക്തമായ ആ യുദ്ധത്തിൽ വജ്രദത്തന്റെ ആന വധിക്കപ്പെട്ടു. നിലത്ത് വീണ രാജാവിനെ അവസരം കിട്ടിയിട്ടും അർജുനൻ കൊല്ലാതെ വിട്ടു. അശ്വമേധ യാഗത്തിന് അവനെ ക്ഷണിച്ച ശേഷം അർജുനൻ യാത്ര തുടർന്നു. അവിടെ നിന്ന് അശ്വം പോയത് സിന്ധു രാജ്യത്തേക്കായിരുന്നു. അവിടുത്തെ രാജാക്കന്മാർ അശ്വത്തെ പിടിച്ചുകെട്ടി. യുദ്ധത്തിനായി വന്ന അർജുനനെ വലിയ ഒരു സൈന്യവുമായി അവർ വളഞ്ഞു. തങ്ങളുടെ രാജാവായ ജയദ്രഥനെ കുരുക്ഷേത്രത്തിൽ വെച്ച് വധിച്ചതിന് പകരം വീട്ടാനായിരുന്നു അവരുടെ ശ്രമം. ശക്തരായ രാജാക്കന്മാർ ഒന്നിച്ച് ഏകനായ അർജുനന്റെ മേൽ ശരം ചൊരിഞ്ഞു. അപ്പോൾ അന്തരീക്ഷം ഇരുണ്ടു. കൈലാസപർവ്വതം പോലും ഒന്ന് കുലുങ്ങിപ്പോയി. സപ്തർഷികൾ ഭയപ്പെട്ടു. ദേവർഷികൾ നടുങ്ങിപ്പോയി. 4 ഭാഗത്തു നിന്നും അമ്പുകളേറ്റ് അർജുനൻ മോഹാലസ്യപ്പെട്ടു. ഗാണ്ഡീവം താഴെ വീഴുകയും ചെയ്തു. അത് കണ്ട് ദേവന്മാർ പരിഭ്രമിച്ച് അവനു വേണ്ടി ശാന്തിവിധികൾ ചെയ്തു. ദേവർഷിമാരും സപ്തർഷിമാരും ബ്രഹ്മർഷിമാരും അർജുനന് വിജയം ആശംസിച്ചു. അങ്ങനെ തേജസ് വർദ്ധിച്ച അവൻ വീണ്ടും എഴുന്നേറ്റ് ഘോരമായി പൊരുതി. അർജുനന്റെ ബാണങ്ങൾക്ക് മുമ്പിൽ നിൽക്കാനാവാതെ സൈന്ധവ സൈന്യം പതറി. അവരെ അവൻ തകർത്തെങ്കിലും യുധിഷ്ഠിരന്റെ വാക്കുകളെ ഓർത്ത് രാജാക്കന്മാരെ ഒന്നും കൊന്നില്ല. ആ സമയത്ത് പേരക്കുട്ടിയെയും എടുത്തുകൊണ്ട് ദുശള അവിടെ എത്തി. തങ്ങളുടെ പടയാളികളെ രക്ഷിക്കാനായി യാചിച്ചു കൊണ്ടവൾ സഹോദരന്റെ മുന്നിലെത്തിയത്. അവന്റെ മുന്നിൽ നിന്നവൾ പൊട്ടിക്കരഞ്ഞു. തന്റെ പ്രിയപ്പെട്ട സഹോദരി, ഭർത്താവും മകനും ആങ്ങളമാരുമെല്ലാം നഷ്ടപ്പെട്ട ഓമന പെങ്ങൾ തന്റെ മുന്നിൽ പേരക്കുട്ടിയെയും പിടിച്ചുകൊണ്ട് പൊട്ടിക്കരയുന്നത് കണ്ടപ്പോൾ അർജുനനുണ്ടായ സങ്കടം ചെറുതല്ലായിരുന്നു.
അവളെ കണ്ടതോടെ അവൻ വില്ല് താഴെയിട്ട് ഓടിച്ചെന്ന് ഇപ്രകാരം പറഞ്ഞു: പെങ്ങളെ, കരയാതിരിക്കൂ. നിനക്കെന്തു വേണം? പറയൂ, തരാൻ ഞാൻ തയ്യാറാണ്. ദുശ്ശള: ഭാരതശ്രേഷ്ഠ, നിന്റെ പെങ്ങളുടെ പേരക്കിടാവാണ് ഈ കുട്ടി. ഈ ഓമന എന്റെ ആകെക്കുടിയുള്ള പൗത്രൻ. അവനെ അച്ഛന്റെ അമ്മാവനെ നോക്കി കൈപൊക്കി അഭിവാദ്യം ചെയ്യുന്നത് കണ്ടില്ലേ? കാണുന്നില്ലേ നീ? അവന്റെ അച്ഛൻ എവിടെയെന്ന് അർജുനൻ ചോദിച്ചപ്പോൾ ദുശ്ശള തന്റെ കുടുംബത്തിന് നേരിട്ട ദുരന്തകഥ സഹോദരന് വിവരിച്ചു കൊടുത്തു. ജയദ്രഥ വധത്തിന് ശേഷം തന്റെ അച്ഛന്റെ മരണത്തിൽ ദുഃഖിച്ചും അർജുനനെ പേടിച്ചും കഴിയുകയായിരുന്നു ദുശ്ശളയുടെ ഏക മകൻ. അർജുനൻ അശ്വത്തിന്റെ പിന്നാലെ സിന്ധുരാജ്യത്തെത്തി യുദ്ധം തുടങ്ങിയെന്ന് കേട്ടപ്പോൾ അവൻ പേടിച്ച് ഹൃദയം പൊട്ടി മരിച്ചു. അവൻ അവിടെ മരിച്ചു കിടക്കുമ്പോഴാണ് അവന്റെ പിഞ്ചു പൈതലിനെയും എടുത്ത് ദുശ്ശള അർജുനനെ ശരണം പ്രാപിച്ചത്. ദുശ്ശള: ഇവനെ എനിക്കിനി ആശ്രയമുള്ളൂ. ഇവനെയെങ്കിലും നീ എനിക്ക് തരണമേ പൊന്നാങ്ങളെ. ഞാൻ നിന്നോട് ഇരക്കുകയാണ്. അത്രയും പറഞ്ഞ് അവൾ പൊട്ടിക്കരഞ്ഞു. ഭാരത ചക്രവർത്തിയായി വിരാജിച്ചിരുന്ന ധൃതരാഷ്ട്രന്റെ പുത്രിയല്ലേ തന്റെ മുന്നിൽ യാചിച്ചുകൊണ്ടു നിന്ന് നിലവിളിക്കുന്നതെന്ന് ഓർത്തപ്പോൾ അർജുനന് ഹൃദയം തകരുന്നതുപോലെ തോന്നി. ദുഃഖമടക്കിക്കൊണ്ട് അർജുനൻ പ്രതിമ പോലെ നിശബ്ദനായി നിന്നു. ദുശ്ശള: ഈ പേരക്കുട്ടിയെയെങ്കിലും എനിക്ക് നീ വിട്ടുതരണമേ. അവനിൽ കരുണയുണ്ടാകണമേ. ആ കുരുരാജാവ് ചെയ്ത അപരാധങ്ങളെല്ലാം നീ മറക്കണം. ബുദ്ധിഹീനനായ സിന്ധുരാജാവിനെയും നീ മറക്കണം. കോപം കളയൂ ധനജ്ഞയാ. അച്ഛനും മുത്തച്ഛനുമൊക്കെ മരിച്ച ഒന്നും അറിയാത്ത പൈതലാണിവൻ. അർജുന, പ്രസാദിക്കണേ. മുത്തച്ഛനോടുള്ള പക ഈ പേരക്കിടാവിൽ കാട്ടരുതേ. അപ്രകാരം ദുഃഖിച്ച് കണ്ണീരൊഴുക്കി നിൽക്കുന്ന ദുശ്ശളയെ കണ്ടപ്പോൾ അർജുനൻ ധൃതരാഷ്ട്രനെയും ഗാന്ധാരിയെയും ഓർത്തുപോയി. ശോകം സഹിക്കാനാവാതെ അർജുനൻ ഇങ്ങനെ പറഞ്ഞു: ക്ഷത്രധർമ്മം കഷ്ടം, മോശം തന്നെ. ദുര്യോധനൻ രാജ്യം കൊതിച്ച് എന്തൊക്കെ ആപത്ത് വരുത്തിവെച്ചു. അതുകൊണ്ടാണല്ലോ ഞാൻ ബന്ധുക്കളെയൊക്കെ കൊന്നൊടുക്കിയത്. പെങ്ങളെ, വ്യസനിക്കരുത്. പെങ്ങൾക്ക് എന്താപത്ത് വന്നാലും ഈ സഹോദരന്മാർ ഉടനെ രക്ഷിക്കെത്തും. ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. ഈ കഴിഞ്ഞതൊന്നും ഞങ്ങളുടെ കുറ്റം കൊണ്ടല്ല സംഭവിച്ചത്. പെങ്ങളെ, കരയാതിരിക്കൂ. അർജുനൻ അവളെ തഴുകി സമാധാനിപ്പിച്ച് വീട്ടിലേക്ക് തിരിച്ചയച്ചു. അവിടെ നിന്ന് അശ്വം പോയത് അർജുനന്റെ മകനായ ബഭ്രുവാഹനന്റെ രാജ്യത്തേക്കായിരുന്നു. അച്ഛൻ വരുന്നതായി അറിഞ്ഞ ബഭ്രുവാഹനൻ ധാരാളം ധനവുമായി ബ്രാഹ്മണരോടൊപ്പം ചെന്ന് അച്ഛനെ സ്വീകരിച്ചു. മകനെ കണ്ടപ്പോൾ അർജുനൻ സന്തോഷിക്കുന്നതിന് പകരം ക്ഷത്രിയ ധർമ്മത്തിനെതിരായി പ്രവർത്തിച്ചതിന് പുത്രനോട് കോപിക്കുകയാണ് ഉണ്ടായത്. അർജുനൻ: മകനെ, നിന്റെ പ്രവൃത്തി ഒട്ടും ശരിയായില്ല. നീ ക്ഷത്രധർമ്മത്തിൽ നിന്ന് ബാഹ്യനായിരിക്കുകയാണ്. ഞാൻ യുധിഷ്ഠിര രാജാവിന്റെ യജ്ഞാശ്വത്തെ കാത്തുകൊണ്ട് നിന്റെ നാട്ടിൽ വന്നിട്ട് എന്താണ് നീ പൊരുതാതിരുന്നത്? ഈ പ്രവൃത്തി മഹാമോശം തന്നെ. സ്വന്തം അച്ഛനോട് എങ്ങനെയാണ് പൊരുതുമെന്ന് ചിന്തിച്ച് വിഷണ്ണനായി അവൻ മൗനം പൂണ്ടതേയുള്ളൂ. ഇതറിഞ്ഞ് അർജുനഭഗ്നിയായ ഉലൂബി ഭൂമി പിളർന്ന് ബഭ്രുവാഹനന്റെ അടുത്തെത്തി. ഉലൂബി: ഉണ്ണി പറഞ്ഞതുപോലെ തന്നെ നീ ചെയ്യുക. അതുകൊണ്ട് നിനക്ക് പരമമായ ധർമ്മം ലഭിക്കും. കുരുശ്രേഷ്ഠനായ നിന്റെ അച്ഛൻ യുദ്ധഗർവിയായി നിൽക്കുന്നു. അച്ഛനുമായി നീ പൊരുതുക. അങ്ങനെ ചെയ്താൽ അച്ഛൻ പ്രീതനാകും, അതിൽ സംശയമില്ല. അവൻ ഉടനെ ചട്ടയണിഞ്ഞ് ശസ്ത്രവുമേന്തി യുദ്ധത്തിനായി പാർത്ഥന് നേരെ ചെന്നു. അവൻ അശ്വത്തെ പിടികൂടിയപ്പോൾ അർജുനൻ പ്രീതനായി യുദ്ധം തുടങ്ങി. ദേവാസുര യുദ്ധം പോലെ അതിഘോരമായ യുദ്ധമാണ് അച്ഛനും മകനും തമ്മിൽ നടന്നത്. ഒടുവിൽ ബഭ്രുവാഹനൻ വിട്ട ഒരു ശരം അർജുനന്റെ കഴുത്തിന് താഴെ തുളച്ചു കയറിയതോടെ അവൻ നിലം പതിച്ചു. കുറച്ചു കഴിഞ്ഞ് ബോധം വന്നപ്പോൾ മകനെ പ്രശംസിച്ചുകൊണ്ട് അർജുനൻ വീണ്ടും പോരാട്ടം തുടർന്നു. ഗാണ്ഡീവത്തിൽ നിന്നും വരുന്ന തീക്ഷ്ണ ബാണങ്ങളെല്ലാം ബഭ്രുവാഹനൻ നിഷ്പ്രയാസം തകർത്തുകൊണ്ടിരുന്നു. അർജുനൻ മകനെ അധികം പീഡിപ്പിക്കാത്ത വിധത്തിലായിരുന്നു യുദ്ധം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അവന്റെ വിവരക്കേടുകൊണ്ട് അച്ഛൻ തളർന്നു എന്നാണ് അവൻ വിചാരിച്ചത്. ബഭ്രുവാഹനൻ അർജുനന്റെ മർമ്മം നോക്കി ഒരു ശരം വിട്ടു. അത് ഹൃദയത്തിൽ തുളച്ചു കയറിയതോടെ അർജുനൻ മോഹാലസ്യപ്പെട്ട് നിലത്തു വീണു. അത് കണ്ട ബഭ്രുവാഹനനും
തലചുറ്റി വീണുപോയി. ഭർത്താവും മകനും മരിച്ചു വീണത് അറിഞ്ഞ ചിത്രാംഗത വല്ലാതെ ഭയപ്പെട്ട് അവിടെ ഓടിയെത്തി. അർജുനന്റെ കിടപ്പ് കണ്ട് അവൾ പൊട്ടിക്കരഞ്ഞു.